ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. 8ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ ടീ കൺവെൻഷൻ 2025 വേദി. 8ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ ടീ കൺവെൻഷൻ 2025 വേദി എവിടെയാണ്? നമ്മുടെ കേരളമാണ് വേദി. 2026 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? 2026 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് ഹോം ബൗണ്ട് സംവിധാനം ചെയ്തത് നീരജ് ഖേവാനാണ്. നീരജ് ഖേവാൻ സംവിധാനം ചെയ്താണ് ഹോം ബൗണ്ട്. ദക്ഷിണ കൊറിയയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ പാർക്ക് കിയോങി പ്രൈസ് 2025 അർഹനായ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അപ്പോൾ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അമിതാഭ് ഘോഷാണ്. അമിതാഭ് ഘോഷിനാണ് ഈ ദക്ഷിണ കൊറിയയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ സംഗീതജ്ഞൻ. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ സംഗീതജ്ഞനാണ് സുബീൻ ഗാർഗ്. സുബീൻ ഗാർഗാണ് അന്തരിച്ച ഇന്ത്യൻ സംഗീതജ്ഞനാണ് സുബീൻ ഗാർഗ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതാരാണ്? ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് കെഷോൺ വാൽക്കോട്ടാണ്. കെഷോൺ വാൽക്കോട്ട് ട്രിനിഡാഡിൻ്റെ കായിക താരമാണ്. കെഷോൺ വാൽക്കോട്ട്. 4ാം സ്ഥാനം എത്തിയത് ഇന്ത്യയുടെ സച്ചിൻ യാദവാണ്. 4ാം സ്ഥാനം ആർക്കാണ്? സച്ചിൻ യാദവിനാണ് 4ാം സ്ഥാനം. ഖാർതുംഗ്ല ചാലഞ്ച് അൾട്രാ മാരത്തോൺ പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത. ഖാർതുംഗ്ല ചാലഞ്ച് അൾട്രാ മാരത്തോൺ പൂർത്തിയാക്കുന്ന ആദ്യ മലയാളി വനിത ആരാണ്? ആദ്യ മലയാളി വനിത ആരാണ്? ജെസ്സിയാണ്. അപ്പോൾ ജെസ്സിയാണ്. അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവാണ്. സുരേഖ യാദവ് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ്. സംസ്ഥാനത്തെ 4 വർഷത്തെ ബിരുദ പാഠ്യ പദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കെ ലേൺ എന്ന് പറയുന്നതാണ്. രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന പുതിയ മാസിക ഏതാണ്? രാജഹംസമാണ് പുതിയ മാസിക. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 200 മീറ്റർ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നോഹ ലൈൽസ് ആണ്. നോഹ ലൈൽസ് അമേരിക്കയാണ്. വനിതാ വിഭാഗം ആരെന്ന് ചോദിച്ചാൽ മെലിസ ജെഫേഴ്സൺ വുഡൻ ആണ്. മെലിസ ജെഫേഴ്സൺ വുഡൻ അമേരിക്കൻ കായിക താരമായ മെലിസ ജെഫേഴ്സൺ വുഡൻ വനിതാ വിഭാഗവുമാണ്. പുരുഷ വിഭാഗം നോഹ ലൈൽസ് ആണ്. താങ്ക് യു.